സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 5 കാര്യങ്ങൾ ഈ ഭൂമിയിലിരുന്ന് തേങ്ങുന്നു. 5 കാര്യങ്ങൾ 5 സ്ഥലങ്ങളിലിരുന്ന് കരയും. ആ കരച്ചിൽ നല്ലതല്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നിങ്ങൾ ലക്ഷങ്ങൾ കൊണ്ടുണ്ടാക്കിയ ആ വീടിനകത്ത് സന്തോഷമില്ല, സമാധാനമില്ല. എന്തേ അതിന്റെ കാരണം? ഞാനിപ്പോ ചോദിക്കട്ടെ, നമുക്കൊക്കെ ഒരു തറവാടില്ലേ? നമ്മളൊക്കെ ജനിച്ചു വളർന്ന ഒരു ചെറിയ വീടില്ലേ? ആ വീടിനകത്ത് കട്ടിലില്ല, മെത്തയില്ല, ഒന്നുമില്ല. ഒരു പായ് അല്ലെങ്കിൽ ഒരു പുതപ്പും വിരിച്ചിട്ട് കിടന്നാൽ സുഖമായിട്ട് ഉറങ്ങാറുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സന്തോഷവും സമാധാനവും ഇപ്പൊ ലക്ഷങ്ങൾ പണിത വീടിനകത്തുണ്ടോ? ഉള്ളത് പറവുണ്ടോ? പറ മനുഷ്യന്മാരെ, ഉള്ളത് പറയല്ലേ. നിങ്ങളൊക്കെ ജനിച്ചു വളർന്ന വീടിനകത്ത് കിട്ടിയ ആ ഒരു സന്തോഷം ഇപ്പൊ പണിത വീട്ടിലുണ്ടോ? അതിന്റെ കാരണം എന്തെന്നറിയോ? നമ്മുടെ ഉമ്മ, അള്ളാഹു മരിച്ചുപോയവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ, ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മ മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒളുവെടുത്ത് നിസ്കാര പായിൽ വരും. എന്നിട്ട് ഇങ്ങനെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് ഉമ്മ ദിക്ർ പറയും. ഉമ്മ ദിക്ർ പറഞ്ഞതിന് ശേഷം മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചു നിസ്കരിക്കും. സുന്നത്ത് നിസ്കാരം കഴിഞ്ഞു. മഗ്രിബിന്റെ ഫർളും സുന്നത്തും എല്ലാം നിസ്കാരം കഴിഞ്ഞാൽ ഉമ്മ ഖുർആൻ എടുക്കും. ഖുർആൻ എടുത്തിട്ട് ഉമ്മ സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുർ റഹ്മാൻ, സൂറത്തു സജദ, സൂറത്തു യാസീൻ, ഈ 5 സൂറത്തുകൾ ഓതും. നമ്മുടെ ഉമ്മ അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ വാഖിഅ, ഏത് വീട്ടിൽ വാഖിഅ ഓതുന്നുണ്ടോ ആ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. വാപ്പ പെങ്ങളെ കെട്ടിച്ചത് പിരിവെടുത്തിട്ടാ? നരസിക്കേ. നമ്മുടെ വാപ്പ ഗൾഫുകാരനല്ല. ആ പാവപ്പെട്ടവനായ വാപ്പ പലിശക്കെടുത്തിട്ടോ ലോൺ എടുത്തിട്ടോ പിരിവ് നടത്തിയിട്ടോ അല്ലെങ്കിൽ ലെറ്റർ പേഡ് എടുത്തുകൊണ്ട് നടന്നിട്ടല്ല വാപ്പ പെങ്ങളെ കെട്ടിച്ചത്. എങ്ങനാ കെട്ടിച്ചതെന്ന് ആലോചിക്കേ. എടാ, സൂറത്തുൽ വാഖിഅ ഏത് വീട്ടിൽ ഓതുന്നുണ്ടോ ആ വീട്ടിൽ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കില്ല. സൂറത്തുൽ മുൽക്ക്, അതിന്റെ മഹത്വം പറയണമെങ്കിൽ പള്ളിക്കുഴി പോണം, ഖബറിൽ പോണം, അപ്പൊ അറിയാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സൂറത്തു റഹ്മാൻ, മലക്ക് വരും. ഖുർആൻ സൂറത്തു റഹ്മാൻ, വീട്ടിൽ മലക്കുകൾ വരും. സൂറത്തു സജദ, എന്റെ പ്രിയപ്പെട്ടവരെ ഉംറ ചെയ്ത കൂലി. സൂറത്തു യാസീൻ എന്തിനാണോ ഓതുന്നത് അള്ളാഹു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇത് നമ്മുടെ ഉമ്മ ഓതുവായിരുന്നു. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ബർക്കത്തുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ വീട്ടിൽ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാ നമ്മുടെ പെണ്ണും പിള്ള റിമോട്ട് എടുത്തിട്ട് സൂര്യ, ഏഷ്യനെറ്റ്, മലയാള മനോരമ, കൈരളി നെക്കിക്കൊണ്ടിരിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. നബിതങ്ങൾ പറഞ്ഞു, 5 കാര്യങ്ങൾ ഭൂമിയിലിരുന്ന് കരയും, നല്ലതല്ല. ആ 5 കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. 1, ഒരു വീടിനകത്ത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉണ്ട്. പരിശുദ്ധമായ ഖുർആൻ ഒരു വീടിനകത്തുണ്ട്. ആ വീട്ടുകാരാ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുന്നില്ലെങ്കിൽ ആ ഖുർആൻ കരയും. ആ വീട്ടുകാരാ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുന്നില്ലെങ്കിൽ ആ ഖുർആൻ കരയും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആ കണ്ണീര് വീണ രക്ഷപ്പെടുവോ? ഉള്ളത് പറ, രക്ഷപ്പെടുവോ? അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധമായ ഖുർആൻ ഒരു വീടിനകത്തിരുന്ന് കരയുന്നുണ്ടെങ്കിൽ ആ വീട് കത്തിയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ.